Good morning, all. Dear students, welcome back to our cost accounting discussion zone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്സ്. ആസ് യു നോ, there are mainly two methods of wage payment: time wage system and piece wage system. First of all, time wage system. It is the oldest system of wage payment, and also it is the common method of wage payment. ഏറ്റവും പഴയ അതുപോലെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേജ് പേയ്മെൻറ്റ് മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ്, ഏർണിംഗ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് hours worked into rate per hour. ഓക്കെ, ജനറലി അവേഴ്സ് ബേസിലാണ്. അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. എത്ര അവറാണ് ജോലി ചെയ്തത് ഇൻറ്റു റേറ്റ് പെർ അവർ. ഒരവറിന് ഇത്രയാണ് പേയ്മെൻറ്റ് എന്ന നിലക്കാണ് പൊതുവെ ടൈം വേജ് സിസ്റ്റം പ്രകാരം ഒരു എംപ്ലോയിയുടെ ഏർണിങ്സ് കണക്കാക്കപ്പെടാറുള്ളത്. ഓക്കെ, ഇവിടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഓർമ്മിച്ചിരിക്കേണ്ടത് ഈ ടൈം വേജ് സിസ്റ്റം സ്യൂട്ടബിൾ ആവുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നതാണ്. ഇത് വെച്ചുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത്. സ്യൂട്ടബിലിറ്റി ഓഫ് ടൈം വേജ് സിസ്റ്റം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ടൈം വേജ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ ആവുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പീസ് വേജ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ ആവുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. Where time wage system is suitable. First of all, where machine breakdown and power interruption is frequent. മെഷീൻ ബ്രേക്ക് ഡൗൺ അതുപോലെ പവർ ഇൻട്രപ്ഷൻ ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ടൈം വേജ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ ആവുന്നത്. അതേപോലെ വേർ വർക്ക് ഈസ് ഡൺ ത്രൂ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. പ്രോസസ് കോസ്റ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിലൂടെയാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോഴും ടൈം വേജ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ. അതേപോലെ വേർ എ വർക്ക് റിക്വയേഴ്സ് എ ഹൈ ഡിഗ്രി ഓഫ് സ്കില്ല്. ജോലി പെർഫോം ചെയ്യാൻ വേണ്ടി ഉയർന്ന തോതിലുള്ള സ്കിൽ ആവശ്യമാണെങ്കിൽ അവിടെയും ടൈം വേജ് സിസ്റ്റം ആയിരിക്കും സ്യൂട്ടബിൾ ആവുന്നുണ്ടാവുക. അതേപോലെ വേർ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് പോസിബിൾ. സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ പോസിബിൾ ആണെങ്കിൽ ടൈം വേജ് സിസ്റ്റമാണ് കൂടുതൽ നല്ലത്, സ്യൂട്ടബിൾ. അതേപോലെ വേർ വർക്കേഴ്സ് ആർ ബിഗിനേഴ്സ് ഓർ ലേണേഴ്സ്. ഓക്കെ, ഇവിടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ ലേണേഴ്സാണ്. അവരുടെ കാര്യത്തിലും ടൈം വേജ് സിസ്റ്റം ഈസ് മോർ സ്യൂട്ടബിൾ. വൺ മോർ situation is where quality of work is more important than quantity of work. ആ ഒരു പ്രൊഡക്ഷൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം, ആസ് ഫാർ ആസ് എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ കൺസേൺഡ്, ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാണ്ടിറ്റി. അങ്ങനെയുണ്ടല്ലോ, കൂടുതലും സർവീസ് സെക്ടറൊക്കെ ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ക്വാണ്ടിറ്റി ഓഫ് വർക്കിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് വർക്കാണ്. അത്തരം സാഹചര്യങ്ങളിലും ടൈം വേജ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ. ഓക്കെ, ഹെൽത്ത് കെയർ അങ്ങനെയുള്ള സർവീസ് മേഖലകളിൽ കൂടുതലും ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ ക്വാണ്ടിറ്റി. അത്തരം സ്ഥാപനങ്ങളിൽ ടൈം വേജ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ ആവുന്നത്. ഓക്കെ, ദീസ് ആർ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ടൈം വേജ് സിസ്റ്റം. The next is, what are the some limitations of time wage system? First of all, no incentive to work hard. ടൈം വേജ് സിസ്റ്റം പ്രകാരം എല്ലാവർക്കും ഒരേ പേയ്മെൻ്റ് ആണ്. സ്കില്ല് കൂടിയ ആളുകൾക്കും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കും. ഒരു എംപ്ലോയി വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും, ക്വാളിറ്റേറ്റീവായിട്ട് തന്നെ.
എഫിഷ്യൻ്റ് എന്ന് പറയും. എഫിഷ്യൻറ്റും ഇഫക്റ്റീവും ഒക്കെയാണ് ആ ഒരു എംപ്ലോയി. എന്നിരുന്നാലും സ്ഥാപനം ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ടൈം എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന എംപ്ലോയിക്കും ഒരേ പേയ്മെൻ്റ് ആയിരിക്കും ലഭിക്കുന്നുണ്ടാവുക. ഓക്കെ, ഒരേ പൊസിഷനിലിരിക്കുന്ന ആളുകൾ ഒരേ പേയ്മെൻ്റാണ് അവർക്ക് ഫിക്സ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി മോർ എഫിഷ്യൻ്റ് ആണ് എന്നതുകൊണ്ട് അയാൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഒന്നും ലഭിക്കുന്നില്ല എന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പോരായ്മ. നോ ഇൻസെൻറ്റീവ് ടു വർക്ക് ഹാർഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇറ്റ് ഇഗ്നോർ എഫിഷ്യൻസി. നേരത്തെ പറഞ്ഞ പോയിൻറ്റിന് അകത്ത് ഉൾപ്പെട്ടതാണ്. എന്നിരുന്നാലും നമുക്ക് മറ്റൊരു പോയിൻ്റായിട്ട് പറയാൻ പറ്റും, ഇറ്റ് ഇഗ്നോർ എഫിഷ്യൻസി. ഈ ഒരു സിസ്റ്റം, ടൈം വേജ് സിസ്റ്റം എഫിഷ്യൻസിയെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ എംപ്ലോയീസിനും തുല്യ നിലക്കുള്ള പരിഗണനയാണ് ആസ് ഫാർ ആസ് വേജ് പേയ്മെൻറ്റ് കൺസേൺഡ്. പേറോൾ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ എംപ്ലോയീസിനും തുല്യ പരിഗണനയാണ് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, എഫിഷ്യൻ്റ് എംപ്ലോയീസ് നോട്ട് ടു ബി പെയ്ഡ് മോർ വേജസ്. ദെൻ ഐഡിൽ ടൈം എന്നുള്ള ഒരു സമ്പ്രദായം, ഐഡിൽ ടൈം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ടൈം വേജ് സിസ്റ്റം ആകുമ്പോൾ ഫുൾ ടൈം എംപ്ലോയീസ് ജോബുമായിട്ട് എൻഗേജ് ആവണമെന്നില്ല. അവിടെ ഐഡിൽ ടൈം ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഐഡിൽ ടൈം എന്ന് പറയുന്നത്. ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള ആ ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ. ടൈം കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ടൈം ഓഫ് ഡിപ്പാർച്ചർ. ഓക്കെ, 9 മണി മുതൽ 5 മണി വരെ. അപ്പോൾ ആ ഒരു മണിക്കൂറുകൾ എംപ്ലോയീസ് ഫാക്ടറിക്കകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ പ്രൊഡക്ഷനുമായി ജോബുമായിട്ട് എൻഗേജ് ആയ ടൈമിങ്ങിനെയാണ് നമ്മൾ ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരുപാട് നോർമലും അബ്നോർമലും ആയിട്ടുള്ള ഐഡിൽ ടൈമുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും 8 മണിക്കൂർ പ്രൊഡക്ഷനുമായിട്ട് എൻഗേജ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനിടയിലുള്ള ഒരു ടൈം അത് നോർമലായിട്ടുള്ളതുണ്ടാവും, അബ്നോർമലായിട്ടുള്ളതുണ്ടാവും. ഓക്കെ, എംപ്ലോയീസ് ഫുഡ് കഴിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ, പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ അതൊക്കെ ഇറ്റ് ഈസ് നോർമൽ. അതൊക്കെ നോർമൽ ഐഡിൽ ടൈമാണ്. എന്നാൽ അബ്നോർമലായിട്ടുള്ള ഐഡിൽ ടൈമുകൾ ഉണ്ടാവും. മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി, അതിൽ പവർ ഇൻറ്ററപ്ഷൻ, അതുപോലെ മെറ്റീരിയൽസ് സ്റ്റോക്ക് തീർന്നു പോവുക, അങ്ങനെയുള്ള അബ്നോർമലായിട്ടുള്ള ഐഡിൽ ടൈമുകൾ അതും വന്നേക്കാം. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ടൈം വേജ് സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഐഡിൽ ടൈം എനിവേ എങ്ങനെയായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ടൈം വേജ് സിസ്റ്റം. ഇവിടെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി വെച്ചുകൊണ്ടാണ്. ടൈം വേജ് സിസ്റ്റം എവിടെയാണ് സ്യൂട്ടബിൾ ആവുക എന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ദെൻ പീസ് വേജ് സിസ്റ്റം. നെക്സ്റ്റ് മെത്തഡ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഈസ് പീസ് വേജ് സിസ്റ്റം. സെക്കൻഡ് മെത്തഡാണ് പീസ് വേജ് സിസ്റ്റം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ വേർ വർക്ക് ഈസ് റിപ്പീറ്റേറ്റീവ് നാച്ചർ. ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റീവ് നാച്ചറാണ്. ആ സമയത്ത് പീസ് വേജ് സിസ്റ്റമാണ് മോർ സ്യൂട്ടബിൾ ആവുന്നത്. അതേപോലെ ഔട്ട്പുട്ട് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ് ഔട്ട്പുട്ടാണ് അത്തരം മേഖലകളിൽ, അത്തരം നാച്ചർ ഓഫ് പ്രോഡക്ട്സ്. അവിടെയും സ്യൂട്ടബിലിറ്റി പീസ് വേജ് സിസ്റ്റമാണ് വെൻ ഔട്ട്പുട്ട് ഈസ് സ്റ്റാൻഡർഡൈസ്ഡ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പീസ് വേജ് സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്വാളിറ്റി ഓഫ് വർക്ക്. ഓക്കെ, അതേപോലെ വർക്കേഴ്സ് ആർ വെൽ എക്സ്പീരിയൻസ്ഡ്. സൂപ്പർവിഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സൂപ്പർവിഷൻ പോസിബിൾ അല്ലെങ്കിലൊക്കെ നല്ലത് എന്താണ്? പീസ് വേജ് സിസ്റ്റമാണ്. ഇങ്ങനെ നമ്മൾ ടൈം വേജ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി എന്തൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് പീസ് വേജ് സിസ്റ്റത്തിൻ്റെ
സ്യൂട്ടബിലിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് പീസ് വേജ് സിസ്റ്റം? നോ ഗ്യാരണ്ടി ഓഫ് മിനിമം വേജ്. നോ ഗ്യാരണ്ടി ഓഫ് മിനിമം വേജ്. ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ മെയ്ഡ്, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് പേയ്മെൻറ്റ് നൽകുന്നുണ്ടാവുക. ആ സമയത്ത് ബേസിക് വേജ് ഇല്ല എന്നത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഓക്കെ, അതേപോലെ മോർ സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്ക് സാധ്യതയുണ്ട്. കാരണം എംപ്ലോയീസ് മേ ബി റഷ് ഫോർ ഗെറ്റിംഗ് മോർ പേയ്മെൻറ്റ്സ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൂടുതൽ പേയ്മെൻറ്റ് എന്നതാണല്ലോ പീസ് വേജ് സിസ്റ്റം. ആ സമയത്ത് എംപ്ലോയീസ് റഷാവുമ്പോൾ സ്പോയിലേജ് ഡിഫക്റ്റീവ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് എന്നുള്ള ടേംസുകൾ. സ്പോയിലേജ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റ് വരുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആക്കാൻ പറ്റാത്ത രൂപത്തിൽ മെറ്റീരിയൽസ് ആകുമ്പോഴാണ് നമ്മൾ സ്പോയിലേജ് എന്ന് പറയുന്നത്. എന്നാൽ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇൻകർ ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റിനെ ഗുഡ് ഐറ്റംസ് ആക്കി മാറ്റാൻ സാധിക്കും. അത്തരം ഐറ്റംസ് ആണ് ഡിഫക്റ്റീവ്. അത്തരം വർക്കുകളാണ് ഡിഫക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ പീസ് വേജ് സിസ്റ്റം ആകുമ്പോൾ അവിടെ സ്പോയിലേജ് ആൻഡ് ഡിഫക്റ്റീവ് വർക്കുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് പീസ് വേജ് സിസ്റ്റം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ്സ് ആണ്, ടൈം വേജ് സിസ്റ്റം ആൻഡ് പീസ് വേജ് സിസ്റ്റം. ഓക്കെ, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈം വേജ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി, അതേപോലെ പീസ് വേജ് സിസ്റ്റത്തിൻ്റെ സ്യൂട്ടബിലിറ്റി എന്താണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബോണസ് പ്ലാനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ബോണസ് പ്ലാനുകളെക്കുറിച്ച്. ഏതൊരു കൊമേഴ്സ് റിലേറ്റഡ് PSC എക്സാം നടക്കുകയാണെങ്കിലും അതിനകത്ത് ബോണസ് പ്ലാൻ, ഏതെങ്കിലും ഒരു ബോണസ് പ്ലാൻ, അത് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയാലും ക്വാളിറ്റി ബേസ്ഡ് ആയാലും ടൈം ബേസ്ഡ് ആയാലും എനിവേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേരിയസ് ബോണസ് പ്ലാനുകളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ ഓൾ.